വിശദമായ വാർത്തയിലേക്ക്. തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ അന്വേഷണം സിബിഐക്ക്. സംസ്ഥാന സർക്കാരാണ് സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തത്. മരിച്ച സുരേഷിന്റെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എസ് ശരൺ ചേരുന്നു. ശരൺ, സിബിഐ അന്വേഷിക്കുന്നു ഈ മരണം. എന്താണ് വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ധന്യ, പോലീസിന്റെ മർദ്ദനമാണ് ഈ സുരേഷിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന ഗുരുതരമായ ആരോപണമാണ് നേരത്തെ ബന്ധുക്കൾ ഉന്നയിച്ചിരുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. അതിൽ വ്യക്തമാക്കിയിരുന്നത് 12 ചതവുകൾ സുരേഷിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ സുരേഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ ഭാര്യ ചില വെളിപ്പെടുത്തലുകൾ പോലീസിനെതിരെ നടത്തുകയും ചെയ്തിരുന്നു. അതായത് ഈ പോലീസ് സ്റ്റേഷന് ഉള്ളിൽ നിന്നും ഈ സുരേഷിന്റെ നിലവിളി കേട്ടിരുന്നു എന്നുള്ളതാണ് ഈ പ്രതിയുടെ ഭാര്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിരുന്നതാണ്. എന്നാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരാ, സിബിഐ അന്വേഷണം തന്നെ വേണമെന്നുള്ള നിലപാടാണ് ഈ കുടുംബം എടുത്തിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതിയും നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സിബിഐ അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ VSDP തന്നെ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുമെന്ന് നേരത്തെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരുന്നതാണ്. നാളെ മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ VSDPയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുകയായിരുന്നതാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്കറിയാം, അതായത് ഈ സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമായി ഈ തിരുവല്ലം കസ്റ്റഡി മരണത്തെ പ്രതിപക്ഷം മാറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. നിയമസഭാ സമ്മേളനം തുടരുന്ന സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ ഈ കസ്റ്റഡി മരണം വലിയ രീതിയിൽ തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിൽ കൂടിയായിരുന്നു പ്രതിപക്ഷം. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ശരി, നന്ദി ശരൺ.